നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്ന് ആഗസ്റ്റ് 15 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസം. ഭാരതത്തിന് ഇംഗ്ലീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ച ദിവസമാണല്ലോ 1947 ആഗസ്റ്റ് 15 അല്ലേ. അപ്പം നമ്മൾ മിക്കവാറും ആൾക്കാർ, ഇത് കാണുന്ന ആൾക്കാർ കുറേ പേര് ഈ സമയത്ത് ജനിച്ചിട്ട് പോലും ഉണ്ടാവില്ല കേട്ടോ. എന്താണ് പാരതന്ത്ര്യം എന്ന് അറിയാത്ത ആൾക്കാരായിരിക്കും മിക്കവാറും ആൾക്കാർ. അപ്പോൾ ഇതൊരു പിറന്നാൾ പോലെ മാത്രം ആൾക്കാർ ആഘോഷിക്കുന്നുള്ളൂ. എന്താണ് വേദന എന്നറിയാത്ത കുറേ പേരാണ് ഇത് കാണുന്ന ആൾക്കാർ, ഇത് അനുഭവിക്കുന്ന ആൾക്കാർ, ഇത് ആഘോഷിക്കുന്ന ആൾക്കാർ. എന്തായാലും സ്വാതന്ത്ര്യമില്ലായ്മ എന്ന് വെച്ചാൽ അത് സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് അല്ലേ. നമ്മുടെ വള്ളത്തോൾ പാടിയിട്ടുണ്ട്, പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം എന്ന് പറഞ്ഞാണ് അല്ലേ. മരണത്തിനേക്കാളും ഭയാനകമാണ് പാരതന്ത്ര്യം. അപ്പോൾ എന്താണ് പാരതന്ത്ര്യം എന്നുള്ളത് അറിയാത്ത ആൾക്കാരായിരിക്കും കൂടുതലും അല്ലേ. എന്തായാലും സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ ഈ മധുരമുള്ള ഈ വസ്തു നമുക്ക് നേടിത്തന്ന എല്ലാ ധീര ജവാന്മാർക്കും അല്ലെങ്കിൽ ധീര നേതാക്കന്മാർക്കും, അത് പലതരത്തിലുള്ള ആൾക്കാർ ചെയ്തിട്ടുണ്ട്. യുദ്ധം ചെയ്തിട്ടാവാം, സമരം ചെയ്തിട്ടാവാം, അതല്ലെങ്കിൽ തോലികയിലൂടെ ആവാം. എങ്ങനെയായാലും നമുക്ക് നേടിത്തന്ന, ഇതിനുവേണ്ടി കഷ്ടപ്പെട്ട, ജീവത്യാഗം ചെയ്ത എല്ലാവർക്കും പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് ഈ സ്വാതന്ത്ര്യ ദിനം നമ്മളും ആഘോഷിക്കുകയാണ് അല്ലേ. സ്കൂളുകളിലൊക്കെ പതാക ഉയർത്തി, ഓഫീസുകളിൽ പതാക ഉയർത്തി, എന്ന് വേണ്ട എല്ലാ സ്ഥലത്തും പതാക ഉയർത്തി മധുരം എല്ലാവരും പങ്കുവെച്ച് കഴിച്ചു അല്ലേ. എന്ത് രസമായിട്ടാണ് അല്ലേ. നമ്മളും കുട്ടിക്കാലത്ത് അങ്ങനെ കുറേ നടന്നിട്ടുണ്ട് അല്ലേ. അന്നൊക്കെ ജയ് വിളിച്ചും ഒക്കെ പോയിട്ടുണ്ട്. എന്തായാലും ഭാരതമാതാക്കി ജയ്ന്നും അല്ലേ ഒക്കെ. പിന്നെ ജനഗണമന ഭംഗിയായിട്ട് പാടിയും വന്ദേ മാതര ഗാനം പാടിയും പതാക ഉയർത്തിയൊക്കെ നമ്മൾ ഇങ്ങനെ കുട്ടിക്കാലത്തും ആചരിച്ചിട്ടുണ്ട്, ഔദ്യോഗിക ഘട്ടത്തിലും ആചരിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ നമ്മൾ വീട്ടിലാണ് ഞാനൊക്കെ കേട്ടോ. ഞാനിന്ന് രാവിലെ എന്താ ചെയ്തെന്ന് വെച്ചാൽ, രാവിലെ അമ്പലത്തിൽ പോയി. അമ്പലത്തിലാണെങ്കിൽ ഇന്ന് ആഗസ്റ്റ് 15 മാത്രമല്ല, കർക്കിടക മാസം 31 ആയി. 31 ആയപ്പോൾ ഇനി നാളത്തെ ഒരു ദിവസം കൂടി ബാക്കിയുള്ളൂ. മിക്കവാറും എല്ലാ അമ്പലങ്ങളിലും ഇന്നത്തെ ദിവസമാണ് മഹാഗണപതി ഹോമമൊക്കെ നടത്തുക. അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം നടത്തും. അതുപോലെ തന്നെ ആനയൂട്ടും പല സ്ഥലങ്ങളിലും നടക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ അങ്ങനത്തെ ഒരു അമ്പലത്തിലാണ് പോയത്. ഞങ്ങളുടെ തന്നെ അടുത്തുള്ള പയ്യൂർക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ പോയി തൊഴുതു. അവിടെ ഞാൻ ചെല്ലുന്ന സമയത്ത് തന്നെ അവിടെ ആനയൂട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒരാനയൊക്കെ വന്നു, കുറേ ആൾക്കാരുണ്ടായിരുന്നു അവിടെ. ആന വന്നു, പട്ട് വിരിച്ചിട്ടാണ് ആനയെ നിർത്തിയിരിക്കണത്. അതിൽ ആന കുളിച്ച് നല്ല സുന്ദരക്കുട്ടനായിട്ട് വന്നു, ഗോപിക്കുറിയൊക്കെ തൊട്ടു. ആനയ്ക്ക് നിറയെ ഉരുളകളാക്കിയിട്ട് ചോറ് ഇത് കൊണ്ടുവച്ചിട്ടുണ്ട്. പിന്നെ പൂജിക്കാനായിട്ട് അവിടുത്തെ എല്ലാ പൂജാരികൾ, തന്ത്രികളും എല്ലാവരും ഉണ്ട്. അവരെ പൂജയൊക്കെ കഴിഞ്ഞ് ആനയെ പൂജിച്ചു. ആനയെ നമ്മൾ ഗണപതിയായിട്ടാണല്ലോ കണക്കാക്കണത്. അപ്പോൾ ആനയെ പൂജിച്ചു, പിന്നെ ഈ നേദ്യങ്ങളൊക്കെ പൂജിച്ചു. അങ്ങനെ ആനയ്ക്ക് ആഹാരം കൊടുത്തു. ഊട്ട് നല്ല ഉരുളകളാക്കിയിട്ട് വയലങ്ങനെ വെച്ച് കൊടുത്തു. അതിനുശേഷം ആന ഭഗവതിയുടെ മുന്നിൽ നമസ്കരിക്കുന്നത് ഉണ്ടായിരുന്നു. അത് ഞാൻ ചെറുതായിട്ട് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഞാനവിടെ ഉള്ളിൽ പോയി തൊഴുതു. മാത്രമല്ല, അമ്പലത്തിൽ പോയി തൊഴുതു, ഭഗവതിയുടെ അനുഗ്രഹമൊക്കെ നമുക്ക് കിട്ടുമല്ലോ. അത് കൂടാതെ തന്നെ ഒരുപാട് പരിചയമുള്ള ആൾക്കാരെ കാണാൻ സാധിച്ചു. പഠിപ്പിച്ച കുട്ടികളുടെ കുട്ടികൾ, ഗാർഡിയൻസ്, അങ്ങനെ കുറേ പേരെ കണ്ടു. തിരിച്ച് വീട്ടിലേക്ക് വന്നു. അപ്പോൾ അഷ്ടദ്രവ്യ ഗണപതി ഹോമം ചെയ്തതിൻ്റെ പ്രസാദമൊക്കെ കൊണ്ടുവന്നു. സൂപ്പർ പ്രസാദമാണ് കേട്ടോ. ഉണ്ടല്ലോ, അഷ്ടദ്രവ്യ ഗണപതി ഹോമത്തിൻ്റെ പ്രസാദമാണ്. ടേസ്റ്റി ആയിട്ടുള്ള പ്രസാദമാണ്. കണ്ടു, നല്ല അടയുണ്ട്, അപ്പമുണ്ട്, നാളികേരുണ്ട്, എള്ളുണ്ട്, ശർക്കരയുണ്ട്, എന്ന് വേണ്ട, അവിലുണ്ട്, മലരുണ്ട്. എത്ര സാധനങ്ങളാണെന്നറിയോ. എന്ത് രസം എന്നറിയോ കഴിക്കാനായിട്ട്. നിങ്ങളെടുത്തോളൂ കേട്ടോ. എല്ലാവർക്കും ഗണപതി ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. കഴിച്ചോളൂ. അപ്പോൾ നമുക്ക് ഇന്ന് സ്വാതന്ത്ര്യ ദിനമാണല്ലോ. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഭാരതഭൂമിയെ
ഭാരതമാതാവിനെ വന്ദിച്ചുകൊണ്ട് വള്ളത്തോൾ എഴുതിയ ഒരു കവിത ഉണ്ടല്ലോ, വന്ദിപ്പിൻ മാതാവിനെ. അത് 2 വരി ഒന്ന് പാടാം അല്ലേ? വന്ദിപ്പിൻ മാതാവിനെ, വന്ദിപ്പിൻ മാതാവിനെ, വന്ദിപ്പിൻ വരേണ്യയെ, വന്ദിപ്പിൻ വരദയെ. വന്ദിപ്പിൻ മാതാവിനെ, വന്ദിപ്പിൻ മാതാവിനെ, വന്ദിപ്പിൻ വരദയെ, വന്ദിപ്പിൻ വരേണ്യയെ. അല്ലേ? എല്ലാവരും നമ്മുടെ മാതാവിനെ, ഭാരതമാതാവിനെ വന്ദിക്കാം. എല്ലാവർക്കും സ്വാതന്ത്ര്യദിനാശംസകൾ നേരാം. എല്ലാവരും സുഖമായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, സ്നേഹത്തോടു കൂടി എല്ലാവരും വർത്തിക്കുക. ഓക്കെ, താങ്ക് യു.